എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2038 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശോയുടെ പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ ജെയിംസ് പോൾ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ്, കേരളം. 44 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. രോഗനിർണയത്തിൽ അഗ്രഗണ്യൻ. കരൾ രോഗങ്ങളും ഹോമിയോപ്പതിയും 2ാം ഭാഗമാണെന്നുള്ളത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ജെയിംസ് പോൾ സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. co-host ആണ്, അൺമ്യൂട്ട് ചെയ്താൽ മതി സാറേ. അൺമ്യൂട്ട് ആകുന്നില്ല. ഹായ്, കേൾക്കാം. ഹായ്. ഹായ് സാറേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം കരൾ രോഗത്തിന്റെ 2ാം ഭാഗം, സിറോസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. ലിവർ ഡിസീസ് എടുത്തു കഴിഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു പോയിന്റ് ഇവിടെ മെൻഷൻ ചെയ്യാൻ വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് സിറോസിസ്. 2 സെന്റൻസ് മാത്രമേ ഉണ്ട്. അതായത് ഡിസീസ് ഓഫ് ദ ഗോൾ ബ്ലാഡർ ജസ്റ്റ് മെൻഷൻ ചെയ്യാന്നിരിക്കാം. കാരണം സമയം ഇല്ലാതെ വന്ന് 10 വരെ നീണ്ടത് കൊണ്ട് നിർത്തിപ്പോയതാണ്. അപ്പൊ ഡിസീസ് ഓഫ് ഗോൾ ബ്ലാഡർ, അത് കഞ്ചനിറ്റൽ ഡിസീസ് ഉണ്ട്, കഞ്ചനിറ്റൽ ഡിഫോമിറ്റി ആകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സാധാരണമായി കാണുന്നത് കോൾഡോക്കോസ് സിസ്റ്റ് എന്ന് പറയും. ആ സിസ്റ്റ് പലപ്പോഴും ഒന്ന് ബ്ലോക്ക് ആകാനും ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന് സാധ്യത ഉള്ള ഒരു സംഭവമാണ്. പിന്നെ എന്നുള്ള അനോമലീസ് ആണ്, കഞ്ചനിറ്റൽ അനോമലീസ്. സാർ ഒന്ന് മ്യൂട്ടായി പോയേ, ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെയാണ്. ഓക്കെയാണ്. അഡ്രീഷ്യ അത് കേട്ടെന്ന് തോന്നുന്നു. ആ പിന്നെ അതർ ഡിസീസ് കോൾ ബ്ലാഡറിനെ സംബന്ധിച്ചിടത്തോളം കോളിസിസ്റ്റൈറ്റിസ് നമുക്ക് അറിയാവുന്നതാണ്, കോളിലിത്തിയാസിസ്. പിന്നെ ഇതിന് സംഭവിക്കുന്ന ഈ കോളിസിസ്റ്റക്ടമി ചെയ്തു കഴിഞ്ഞാൽ വരാവുന്ന ചില പ്രോബ്ലംസ് ഒക്കെ, അത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്, സമയമില്ലായതുകൊണ്ട്. അപ്പോൾ നമുക്ക് സിറോസിസ് ലിവർ അത് തുടരാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിറോസിസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സ്കാറിങ്. ലിവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൈറോയിഡ് എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ അത് ലിംഫോയിഡ് ടിഷ്യൂ ആണ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. തൈറോയ്ഡ് പാരൻകൈമ റീപ്ലേസ്ഡ് ബൈ ലിംഫോയിഡ് ടിഷ്യൂ. അതേപോലെ തന്നെ വുഡ് തൈറോയിഡൈറ്റിസ്, അവിടെ സംഭവിക്കുന്നത് തൈറോയ്ഡ് പാരൻകൈമ ഈസ് റീപ്ലേസ്ഡ് ബൈ ഫൈബ്രോസിസ്. ലിവറിലും സംഭവിക്കുന്നതാണ് ഫൈബ്രോട്ടിക് ടിഷ്യൂ ആണ്, അതായത് ഹെപ്പറ്റോസൈറ്റ്സ് റീപ്ലേസ്ഡ് ബൈ ഫൈബ്രോട്ടിക് ടിഷ്യൂസ്. അത് പല ടൈപ്പ് ഉണ്ട്. മൈക്രോ നോഡ്യൂൾസ് ഉണ്ട്, മാക്രോ നോഡ്യൂൾസ് ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട്. വേരിയസ് ഷേപ്പുള്ള ഈ ഫൈബ്രോട്ടിക് ടിഷ്യൂസ് അവിടെ രൂപപ്പെടുന്നു. അങ്ങനെ മൊത്തം ഏതാണ്ട് ലിവർ മാസിൻ്റെ 80% വരുന്ന ഹെപ്പറ്റോസൈറ്റ്സ്, ഏതാണ്ട് അതിൻ്റെ 70-80% ഈ ഫൈബ്രോട്ടിക് ടിഷ്യൂ ആയിട്ട് മാറിക്കഴിയുമ്പോൾ അത് സിറോസിസ് ലിവറായി മാറുക. അപ്പം ലിവറിൻ്റെ എല്ലാ ഫങ്ഷൻസും അവിടെ നിന്ന് പോകും. ഇപ്പം ഇവിടെ സംഭവിക്കുന്നതാണ് ഹെപ്പാറ്റിക് സെൽസ് റീപ്ലേസ്ഡ് ബൈ ഫൈബ്രോട്ടിക് സെൽസ്, ഫൈബ്രോട്ടിക് ടിഷ്യൂസ്. ഇതാണ് ശരിക്കും സിറോസിസ്. അപ്പം അത് പല സാഹചര്യങ്ങളുണ്ട്. തുടർച്ചയായിട്ട് വരുന്ന ഏത് കരൾ രോഗങ്ങൾക്കും സംഭവിക്കാം. അതുപോലെ തുടർച്ചയായിട്ട് ആൽക്കഹോളിക് ആണെങ്കിൽ അത് ഇഞ്ചുറി ഉണ്ടാക്കാം, ലിവർ സെൽസിന് ഇഞ്ചുറി ഉണ്ടാക്കി അവിടെ ആ ഇഞ്ചുറി
പരിഹരിക്കാൻ വേണ്ടി അവിടെ ഫൈബ്രോട്ടിക് സെൽസ് രൂപപ്പെടുന്നു. ഫൈബ്രോസിസ് രൂപപ്പെടുന്നു. സാധാരണ നമ്മൾ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ അവിടെ സ്കാർ ടിഷ്യൂ രൂപപ്പെടുന്ന പോലെ തന്നെ ലിവറിലും ആ ഇഞ്ചുറി പരിഹരിക്കാൻ വേണ്ടി സ്കാർ ടിഷ്യൂ രൂപപ്പെടുന്നു. അത് ഇഞ്ചുറി ചെറുതാണെങ്കിൽ അവിടെ മൈക്രോ നോഡ്യൂൾസ് ആയിരിക്കും. വലിയ ഇഞ്ചുറി ആണെങ്കിൽ മാക്രോ നോഡ്യൂൾസ് രൂപപ്പെടുന്നു. അതെല്ലാം പല സാഹചര്യത്തിൽ വലിയ ഒരു ഇഞ്ചുറി ആണെങ്കിൽ പല ഷേപ്പിലാണ് അവിടെ ഉണ്ടാകുന്നത്. അതനുസരിച്ചുള്ള ടിഷ്യൂ, ഫൈബ്രോട്ടിക് ടിഷ്യൂ രൂപപ്പെടുന്നു. അത് ചിലപ്പോൾ വലിയ മാസാക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ആണ് ലിവറിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നത്. സാധാരണ ഉള്ള ആ ഷേപ്പ് മാറി ഈ നട്ട്മക് ലിവർ പോലെയൊക്കെ ആയിത്തീരുന്നത് ഈ സാഹചര്യത്തിലാണ്. അപ്പം മനസ്സിലാക്കിയിരിക്കേണ്ട ഇതാണ് ലിവർ സെൽസ്, അതാണ്ട് 80% വരുന്ന ഹെപ്പറ്റോസൈറ്റ്സ് അത് കംപ്ലീറ്റ് ഫൈബ്രോട്ടിക് ടിഷ്യൂ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം. അത് ഒത്തിരി കാരണങ്ങളുണ്ട്. പലതരത്തിലുള്ള സിറോസിസ് ഉണ്ട്. നമുക്ക് അത് എൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ 80% ഹെപ്പറ്റോസെൽസ് ആണ്. അപ്പം ബാക്കി ഒരു 20% വേറെ ഉണ്ട്. അപ്പം ആ ലിവർ സെൽസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഹെപ്പറ്റോസൈറ്റ്സ് അതിൻ്റെ മാസിൻ്റെ ഏതാണ്ട് 80% എന്ന് പറഞ്ഞു. ഇത് എണ്ണമായിട്ട് കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 100 മില്യൺ ഹെപ്പാറ്റിക് ടിഷ്യൂസ് വരും. 18 മില്യൺ, ഐ മീൻ 100 മില്യൺ. 80% ഓഫ് മാസ്, ലിവർ മാസിൻ്റെ 80%ഉം ഹെപ്പറ്റോസൈറ്റ്സ് ആണ്. രണ്ടാമതൊരു ഗ്രൂപ്പ് വരുന്നത് കോഫർ സെൽസ് എന്ന് പറയും. അത് ശരിക്കും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് അവിടുത്തെ റെസിഡൻറ്റ് ഫാഗോസൈറ്റ്സ് തന്നെയാണ്. അതിൻ്റെ ഉദ്ദേശം ലിവറിലേക്ക് പ്രവേശിക്കുന്ന പാത്തോജൻസ് അതിനെല്ലാം നശിപ്പിക്കുക, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഓൾഡ് റെഡ് സെൽസ് ഓർ സെനസെൻറ്റ് റെഡ് സെൽസ് അതിനെയൊക്കെ അവിടുന്ന് മാറ്റുക, സിസ്റ്റത്തിന് അതല്ലെങ്കിൽ ആ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് അതിനെ മാറ്റുക. അവിടെ ഒരു ഫിൽട്രേഷൻ കൂടി ഇത് ഏറ്റെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെബ്രീസ്, അത് ഹീമോലൈസിസ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഡെബ്രീസ് ഉണ്ടാവും. ആ ഡെബ്രീസും അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് കോഫർ സെൽസിൻ്റെ ധർമ്മം. മൂന്നാമത്തെ ഗ്രൂപ്പ് ഹെപ്പാറ്റിക് സ്റ്റെല്ലേറ്റ് സെൽ. ഇപ്പോൾ സിറോസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം സെൽസാണിത്. അപ്പം അത് വൈറ്റമിൻ എ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിച്ച് ആക്ടിവേറ്റ് കൊളാജൻ ഫൈബേഴ്സ്, കൊളാജൻ ഫൈബേഴ്സിൻ്റെ ഫോർമേഷനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഇതാണ്. അതൊരു രക്ഷാകരമായ മാർഗമാണ്. ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ലിവർ ടോക്സിൻ അല്ലെങ്കിൽ പോയിസൺ അല്ലെങ്കിൽ ആൽക്കഹോൾ കൂടുതൽ അളവ് ഉള്ളിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇഞ്ചുറിയെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് റിപ്പീറ്റഡായിട്ട് ഹെപ്പറ്റൈറ്റിസ് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെപ്പാറ്റിക് പോയിസൺ ഉള്ളിൽ ചെല്ലുക, മറ്റ് മറ്റെന്തെങ്കിലും ഡ്രഗ്സ്, ഹെപ്പറ്റോ ടോക്സിക് ആയിട്ടുള്ള മറ്റുള്ള ഡ്രഗ്സ് തുടർച്ചയായിട്ട് എടുക്കുക, ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇഞ്ചുറി ഉണ്ടാകും. അപ്പോൾ ഓരോ ഇഞ്ചുറിക്കും അവിടെ ഈ സംവിധാനമാണ് ഉണ്ടാകുന്നത്. അതായത് ഫൈബ്രോട്ടിക് അവിടെ രൂപപ്പെടുന്നു, സ്കാർ രൂപപ്പെടുന്നു. അതിന് കാരണം ഈ സെൽസാണ്, ഹെപ്പറ്റോസ്റ്റെലേറ്റ് സെൽസ്. നാലാമതൊരു വിഭാഗമുള്ളത് സൈനസോയിഡൽ എൻഡോത്തീലിയൽ സെൽസ് ആണ്. സൈനസോയിഡൽ എൻഡോത്തീലിയൽ സെൽസ് അതൊരു ലൈനിങ് മെംബ്രെയിനാണ്. അതായത് ബൈൽ ഡക്സിൻ്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ടാക്കുന്ന ഒരു എൻഡോത്തീലിയമാണ്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈൽ ഒരു അതിൻ്റെ pH വളരെ വ്യത്യാസമുണ്ട്. pH 7 ഒന്നുമല്ല, അത് വ്യത്യാസമുള്ളതുകൊണ്ട് അസിഡിറ്റി കൂടുതലുണ്ടാക്കാം. അപ്പം മറ്റ് ഡക്സിൻ്റെ മസ്കുലർ കോട്ടിനെ കൊറോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലൈനിങ്, ഒരു സ്പെഷ്യലൈസ്ഡ് ലൈനിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.
ആ ലൈനിങ് ഉണ്ടാക്കുന്ന സെൽസാണ് ഈ സൈനസോയിഡൽ എൻഡോത്തീലിയം. അഞ്ചാമതൊരു വിഭാഗം ഉള്ളത് കൊളാഞ്ചിയോസൈറ്റ്സ്. അത് മറ്റൊന്നുമല്ല, ഇതിനെ രൂപപ്പെടുന്നതാണ്, ഈ ഡക്റ്റിനെ രൂപപ്പെടുത്തുന്നതാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശം ഹെപ്പറ്റോ സെൽസിൽ ഉണ്ടാകുന്ന ബൈൽസിനെ പുറത്തേക്ക് കൊണ്ടുവരിക ഈ ഡക്ട്സ് വഴി. അതാണ് അതിൻ്റെ ധർമ്മം. ഇപ്പം ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 500+, 500-ലധികം കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം അമിനോ ആസിഡ്സ്, അത് എസൻഷ്യൽ ആയിട്ടുള്ള 9ഉം 14 അമിനോ ആസിഡ്സ്, 23 തരം അമിനോ ആസിഡ്സ് കൂടാതെ പലതരത്തിലുള്ള ഈ ബോഡി സബ്സ്റ്റൻസ്, അതായത് അതിനകത്ത് എൻസൈംസ് ഉണ്ടാവും. എൻസൈംസ് എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടീൻ ബോണ്ടഡ് ആയിട്ടുള്ളതാണ്. കോഎൻസൈം എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ ബോണ്ടഡ് ആയിട്ടുള്ള മറ്റൊരു ഇതാണ്. അതേപോലെ തന്നെ മെസഞ്ചേഴ്സ് ഉണ്ട്. പല രൂപത്തിലും ബോഡി സബ്സ്റ്റൻസ് ഉണ്ട്. ഇതിനൊക്കെ പ്രോട്ടീൻ വേണം. അങ്ങനെ പല തരത്തിലുള്ള പ്രോട്ടീൻ. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അയഡിൻ ബോണ്ടിങ് നടക്കുന്ന പ്രോട്ടീനാണ് അയഡിൻ ബോണ്ടിങ് നടക്കുന്നത്. അതുപോലെ തന്നെ കോപ്പർ, അയൺ, അങ്ങനെയുള്ള ഓരോ മെറ്റൽസിനും ഓരോ തരത്തിലുള്ള ഈ പ്രോട്ടീൻസ് ആണ് ഇതിനെ ക്യാരി ചെയ്ത് അതാത് സ്ഥലത്ത് എത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള 100 കണക്കിനുള്ള പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കുക, അതോടുകൂടി മെറ്റബോളിസം നടക്കുക. അങ്ങനെ 500-ലധികം പ്രോസസ്സ്, എസെൻഷ്യൽ പ്രോസസ്സാണ് ലിവറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയാൻ കാരണം, ഇപ്പം ലിവർ ഡിസീസ് വരുമ്പോൾ അല്ലെങ്കിൽ സിറോസിസ് തുടങ്ങുമ്പോൾ തന്നെ ഇതിനെല്ലാം കുറേ വ്യതിയാനങ്ങൾ വന്നു തുടങ്ങും. ഫങ്ഷണൽ പറഞ്ഞായിരുന്നു, അത് ഓരോ സിസ്റ്റത്തെ ബാധിക്കുന്ന ലിവർ ഡിസീസ് ലങ്സിനെ, ഹാർട്ടിനെ, കിഡ്നിയൊക്കെ ഏതെല്ലാം വിധത്തിൽ ബാധിക്കുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ദെൻ എത്തിയോളജി. പലതും ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, തുടർച്ചയായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് സിറോസിന് ഒരു കാരണമാകാം. തുടർച്ചയായിട്ടുള്ള ആൽക്കഹോൾ അതിൻ്റെ ഇൻടേക്ക് സിറോസിന് കാരണമാകാം. ഇത് കൂടാതെ തന്നെ ഫാമിലിയൽ ആയിട്ട് വരുന്നതുണ്ട്, ഓട്ടോസോമൽ ആയിട്ട് വരുന്നത്, ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് വരുന്ന സിറോസിസ് ഉണ്ട്. പിന്നെ ഇഡിയോപ്പതിക്ക് ഒരു കാരണവും കണ്ടെത്താൻ പറ്റാത്ത സിറോസിസും ഉണ്ട്. ഇതിൻ്റെ പാത്തോളജി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ്, മൈക്രോ നോഡ്യൂൾസ് ആൻഡ് മാക്രോ നോഡ്യൂൾസ് ആൻഡ് മിക്സഡ് നോഡ്യൂൾസ്. നോഡ്യൂൾസ് മീൻസ് ഫൈബ്രസ് ടിഷ്യൂ. ഇത് രൂപപ്പെടുന്നതാണ് പ്രശ്നം. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറേയെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ലിവർ സെൽ ഫെയിലിയറാണ്. രണ്ടാമത്തത് മെറ്റബോളിക് ഡിസോർഡർ. ദെൻ ഇമ്പാക്ട് ടു അതർ ഓർഗൻസ്. സിറോസിസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ്, ഒന്ന് ഹെപ്പറ്റോ റീനൽ സിൻഡ്രോം. ആ ലൈഫ് ത്രെട്ടനിങ് ആണ്. കാരണം പലപ്പോഴും സൈലന്റ് ഡെത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കിഡ്നി ഫെയിലിയർ ആണ് ഇതിൻ്റെ കാരണം. കിഡ്നി ഫെയിലിയർ വന്നാലും ലിവർ ഫെയിലിയർ വന്നാലും മിക്കവാറും എന്നല്ല, സൈലന്റ് ഡെത്താണ്. അപ്പം ഇത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണിത്, ഹെപ്പറ്റോ റീനൽ സിൻഡ്രോം. ദെൻ ലങ് ഡിസ്ഫങ്ഷൻ. അവിടെ സംഭവിക്കുന്നത് ലങ് എഡിമ. ലങ് എഡിമയ്ക്ക് ഒരു കാരണമാണ് ഈ ലിവർ ഡിസീസ്. രണ്ടാമത്തെ കാരണം റീനൽ ഡിസീസ്. ദെൻ പോളിസിസ്റ്റിക് ഡിസീസ് ഓഫ് ദ പാങ്ക്രിയാസ്. ദെൻ റേഡിയേഷൻ, ടോക്സിൻസ്, ദെൻ പോയിസണിങ്, റേഡിയേഷൻ ആൻഡ് ഇഡിയോപ്പതിക്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് പൾമണറി ഇഡിമ ഡെവലപ്പ് ചെയ്യാം. പക്ഷെ മോസ്റ്റ് കോമൺ കോസ് മറ്റൊന്നാണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് കാർഡിയക് ഫെയിലിയർ. അതാണ് ഇഡിമയ്ക്ക് കോമൺ കോസ്. രണ്ടാമത് വരുന്നത് ലിവർ ഡിസീസാണ്.
ദെൻ ഹെപ്പറ്റോ എൻകഫലോപ്പതി, മിക്കവാറും കൺഫ്യൂഷൻ, അതിനെ തുടർന്ന് കോമ. ഇത് നെർവസ് സിസ്റ്റത്തെ ബാധിച്ചാൽ സംഭവിക്കാവുന്നത്. ദെൻ ഹെർട്ട് ഇഷ്യൂസ്, then portal hypertension, splenism and causing anemia, then intestine, ulcerative colitis, then varicosity at the esophagus, ഇതൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. then skinൽ spider nevy, erythema of palmar region, clubbing of fingers, ഇതെല്ലാം സ്കിന്നെ ബാധിക്കുന്നതാണ്. ദെൻ ഗൈനക്കോമസ്റ്റിയ, atrophy of testicles, then ascites, malignant changes or hepatoma. ഇത്രയും ഇതിൻ്റെ കോംപ്ലിക്കേഷൻ മറ്റു ഓർഗൻസിനെ ബാധിക്കുന്ന സിറോസിസ് മൂലം ബാധിക്കാവുന്ന സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി വളരെ പ്രധാനപ്പെട്ട 2-3 തരം സിറോസിസോടെ നമുക്ക് ചർച്ച ചെയ്ത് ഈ സെഷൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ദെൻ വൺ, ക്രിപ്റ്റോജനിക് സിറോസിസ്. മോസ്റ്റ് കോമൺ അതാണ്, നമ്മൾ സാധാരണമായി കാണുന്ന ഒരു സിറോസിസ് ആണ് ക്രിപ്റ്റോജനിക് സിറോസിസ്. അതിൻ്റെ വിക്ടിംസ്, അതിൻ്റെ കോസേറ്റീവ് ഫാക്ടർ ഒന്നും അറിയുന്നില്ല, കോസ് അൺനോൺ ആണ്, ഇന്നുവരെ വ്യക്തത കണ്ടെത്തിയിട്ടില്ല അതിൻ്റെ കാരണത്തെക്കുറിച്ച്. ഫെയർലി കോമൺ, വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതായത് ആൽക്കഹോളിക് സിറോസിസിനേക്കാൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസീസാണ്. പക്ഷേ 30% ഓഫ് വിക്ടിംസ് അവർക്കൊരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടാവും. അതായത് തുടർച്ചയായിട്ട് അതല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് അവർക്കുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള അവർക്കാണ് ഈ ടൈപ്പ് സിറോസിസിന് ഏറ്റവും കൂടുതൽ സാധ്യത. Then clinical features. മിക്കവാറും ആക്സിഡന്റിലായിട്ടായിരിക്കും ഇത് കണ്ടെത്തുന്നത്. മറ്റ് ഏതെങ്കിലും ഒരു രോഗത്തിന് വേണ്ടി ഒരു LFT ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു ബ്ലഡ് പിക്ചർ എടുക്കുന്നു. അപ്പോഴാണ് സംശയം തോന്നി ബിലിറൂബിൻ കൂടി നോക്കിയൊക്കെ കാണുന്നത് ഹൈ ലെവൽ ഓഫ് ബിലിറൂബിൻ കാണുന്നു. ഫർദർ എക്സാമിനേഷനിലാണ് ഈ സിറോസിസ് കണ്ടെത്തുന്നത്. ഡയഗ്നോസിസ്, നോർമോക്രോമിക് അനീമിയ അതാണ് പ്രൈം സിംറ്റം. ടോട്ടൽ കൗണ്ട് റെഡ്യൂസ്ഡ്, നമ്മൾ 4000 to 10,000 ആണ് ടോട്ടൽ കൗണ്ട്. അപ്പം ചിലപ്പോൾ അത് 2000 അല്ലെങ്കിൽ 3000 ആയിരിക്കും കൗണ്ട്. ദെൻ LFT ഷോസ് മോർ ഓർ ലെസ് ഒരു നോർമൽ റേഞ്ചിലായിരിക്കും LFT കാണിക്കുന്നത്. പക്ഷേ ദർ ഈസ് ഹെപ്പറ്റോസ്പ്ലെനോമെഗാലി. And biopsy revealed the diagnosis. A band of fibroid tissues and micronodules can be seen in biopsy. Treatment, no specific treatment is there, only symptomatic treatment. ഈ മേൽപ്പറഞ്ഞ സിംറ്റംസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ the span of life is 2 years. Then leukoid hepatitis or juvenile cirrhosis. സർവ്വസാധാരണമായിട്ട് കാണുന്നൊന്നുമല്ല, എങ്കിലും നിലവിലുണ്ട്. ഈ ആൽക്കഹോളിക് സിറോസിസിന് അത്രയും ഇല്ലെങ്കിൽ പോലും, പോപ്പുലർ അല്ലെങ്കിൽ പോലും ഇത് നിലവിലുള്ളതാണ് ലൂപ്പോയിഡ്.
ജുവനൈൽ സിറോസിസ്. എറ്റിയോളജി അൺനോൺ. സാധാരണയിൽ യങ് ഗേൾസിനാണ് ഇത് പിടിപെടുന്നത്. വളരെ റെയറായിട്ട് യങ് ബോയ്സിനും ഇത് പിടിപെട്ട് കാണുന്നുണ്ട്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് സ്ട്രൈക്കിംഗ് സിംറ്റംസ്: ഇക്ട്രസ്, മഞ്ഞപ്പിത്തം ഓർ ജോണ്ടിസ്; സ്പൈഡർ നേവി, പാമാർ എരിത്തീമ. ഇൻ ഫീമെയിൽസ് ദർ ഈസ് അമിനോറിയ. അതേപോലെ തന്നെ ഇത് ഒരു മൾട്ടി ഓർഗൻ ഡിസീസാണ്. ജുവനൈൽ സിറോസിനെ സംബന്ധിച്ചിടത്തോളം ലിവറിന് മാത്രമല്ല, അത് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലാതെ, കോംപ്ലിക്കേഷൻ അല്ലാതെ തന്നെ മിക്കവാറും എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ജുവനൈൽ സിറോസിസ്. ലങ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലൂറസി ആൻഡ് ന്യൂമോണിയ ആൻഡ് മാനിഫെസ്റ്റേഷൻസ്, ആൻഡ് റെയർലി ഇൻഫിൽട്രേഷൻ ഓഫ് ഫൈബ്രോട്ടിക് ടിഷ്യൂസ് ഇൻ ദ ലങ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ശ്വാസമുട്ടും. കാരണം ഫൈബ്രോസിസ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ, ലങ്സ് വികസിച്ചു കൊടുക്കുകയില്ല. വികസിച്ചു കൊടുക്കാൻ ആസ്മയായിട്ടായിരിക്കും ചിലപ്പോൾ പേഷ്യൻസ്, ഡോക്ടേഴ്സിന് ശ്വാസം കിട്ടുന്നില്ല, വലിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും. ദർ ഇസ് നോ എക്സ്പാൻഷൻ. കാരണം മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുകയായിരിക്കും. പിന്നെ ഇതിൻ്റെ ബലവും ലങ്സിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചുമ ഒരു പ്രത്യേക രീതിയിലാണ്. പണ്ട് ഒരു കഫ് എന്നുള്ള ഒരു സെക്ഷൻ നമ്മൾ എടുത്തിട്ട് പറഞ്ഞിട്ടു. ഈ ഫൈബ്രോട്ടിക്കിൽ അങ്ങനെ സംബന്ധിച്ചോളം ഈ പഴയ സോഡാ കുപ്പി കഴുത്തിങ്ങനെ ഇടിഞ്ഞ് അരിയാസ് പൊട്ട് പോലൊരു സാധനമുണ്ട്. അത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് ഒരു പ്രത്യേക മരത്തിൻ്റെ ഇതാണ്. അതിൽ ഒരു ഈ സൈക്കിളിൻ്റെ ട്യൂബ് കണ്ടിച്ചിട്ടിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടാണ് വരുന്നത്. കോഴി അതിൻ്റെ ഇര, വലിയ ഒരു ഇരയൊക്കെ തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൗണ്ട് വരും. അതേ സൗണ്ടിലുള്ള ശരിയായിരിക്കും ചുമ ആയിരിക്കും ഇതിന് വരുന്നത്. അല്ല മറ്റൊരു രീതിയിലല്ല, ഒരു പ്രത്യേക രീതിയിൽ ഇടുങ്ങിയ കുപ്പിയിൽ കൂടെ അല്ലെങ്കിൽ ഇടുങ്ങിയ തോട്ടിൽ കൂടെ ശ്വാസം പുറത്തോട്ട് വരുന്ന ആ രീതിയിലുള്ള ഒരു ചുമ. അതിന് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് പൾമോ ഓൾപീസ്. അങ്ങനെ ഒരു കേസ് എനിക്ക് കിട്ടി. ഞാൻ അത് കൊടുത്താണ് റിലീഫ് കിട്ടിയത്. ദെൻ എൻഡോക്രൈൻ സിസ്റ്റത്തെ ബാധിക്കാം. അവിടെ ഡയബറ്റിസ് സിംറ്റംസ് കാണിക്കാം. ഡയബറ്റീസ് മെലിറ്റസ്, അതുപോലെ മിക്സഡിമ, തൈറോയ്ഡ് ടോക്സിക്കോസിസ്. ഈ സിംറ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്യാം. പലപ്പോഴും 1-2 ഓർഗൻസ് ബാധിക്കാം. ലാസ്റ്റ് ആകുമ്പോൾ എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ ജുവനൈൽ സിറോസിസിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ ന്യൂറോളജിക്കൽ ഡിസ്റ്റർബൻസസ്, ഡിപ്രഷൻ ഉണ്ടാകാം, കൺഫ്യൂഷൻ ഉണ്ടാകാം, പിന്നെ എൻകഫലോപ്പതി ആ ലക്ഷണങ്ങൾ കാണിക്കാം, കോമ ഉണ്ടാകാം. പിന്നെ വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒന്നാണ് പിരമിഡൽ ട്രാക്ട് ഡിസോർഡർ. അവിടെ ഇത് ബാധിക്കുന്നത് അപ്പർ മോട്ടോർ ന്യൂറോൺസിനെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രോഗം മോട്ടോർ ന്യൂറോൺ ഡിസീസ്, MND. ദെൻ റീനൽ സിൻഡ്രോംസ്, അത് സംഭവിക്കാവുന്ന റീനൽ ഫെയിലിയർ ആണ്. ദെൻ സ്കിൻ, അവിടെ റാഷസ് ഉണ്ടാകാം. പലപ്പോഴും അത് ഈ ഡിസെമിനേറ്റഡ് ലൂപ്പസിൻ്റെ അതേ സിംറ്റംസ് ആയിരിക്കും. ഡിസെമിനേറ്റഡ് ലൂപ്പസ് അതേ റാഷസ് ആയിരിക്കും കാണിക്കുന്നത്. വീണ്ടും അത് ബയോപ്സിക്ക് വിധേയമാക്കുകയാണെങ്കിൽ അത് ഡിസെമിനേറ്റഡ് ലൂപ്പസ് എറിത്തോമാറ്റോസിസ് ബോധ്യപ്പെടും. അതേപോലെ തന്നെ മറ്റ് പല കോലത്തിലുള്ള ഈ മാക്യൂൾസ്, പാപ്യൂൾസ്, വെസൈക്കിൾസ് എല്ലാം പ്രത്യക്ഷപ്പെടാം. ദെൻ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ആർത്തറൈറ്റിസ്,
പോളിയാർത്രൈറ്റിസ് ഇതെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. ഏതായാലും ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഈ നമ്മൾ നേരത്തെ ഇപ്പം മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെടുന്നത്. ഡയഗ്നോസിസ്: ബിലിറൂബിൻ എലവേറ്റഡ്, then anemia due to ഹൈപ്പർ സ്പ്ലെനിസം. സ്പ്ലീൻ അവിടെ ഡിസോർഡർ ആകുന്നു, അതുകൊണ്ട് തന്നെ സ്പ്ലെനിസം ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് അനേമിയ. ദെൻ സ്മൂത്ത് മസിൽസ്, അതിൻ്റെ ആൻറ്റിബോഡീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം. അതേപോലെ തന്നെ RA ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കാം. അതേ സമയത്ത് anti-CC അത് നെഗറ്റീവ് ആകാം. അതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ സ്പെസിഫിക് അല്ല എന്ന് പറയുന്നത്, അൺനോൺ എന്ന് പറയാൻ കാരണം. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുമില്ല. ഇപ്പോൾ RA ഫാക്ടർ ചിലപ്പോൾ പോസിറ്റീവ് ആകാം. അതുപോലെ തന്നെ സ്മൂത്ത് മസിൽസിൻ്റെ ആൻറ്റിബോഡിയും ചിലപ്പോൾ പോസിറ്റീവായിട്ട് കാണിച്ചിട്ട്. ദെൻ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിച്ചിരിക്കുന്ന മോഡേൺ മെഡിസിൻസ് നിർദ്ദേശിച്ചിരിക്കുന്ന ഉള്ളി കോർട്ടിസോൺ. പിന്നെ സിംറ്റമാറ്റിക് മെഡിസിൻസും മാത്രമേ മോഡേൺ മെഡിസിനിൽ അവർക്ക് നിർദ്ദേശിക്കാനുള്ളൂ, ബാക്കി ഒന്നും നിർദ്ദേശിക്കാനില്ല. കോംപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ സാധാരണഗതിയിൽ ഇവരുടെ ലൈഫ് സ്പാൻ 20 to 30 years ആണ്. Then primary biliary cirrhosis. Etiology and a cause unknown ആണ്. അതിൻ്റെ പാത്തോളജി മൈക്രോ നോഡ്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്: മിക്കവാറും മിഡിൽ ഏജ്ഡ് മെൻ ഓർ ഓൾഡ് ഏജ്ഡ് ലേഡീസ് ഇവരാണ് വിക്ടിംസ്. early symptoms: pruritus and malaise. ആ സമയത്ത് ജോണ്ടിസിന്റെ ലക്ഷണം കാണിക്കുന്നില്ല. there is itching, there is malaise, no symptom of jaundice. But on examination, hepatosplenomegaly is there. The stool is pale and urine is dark. യൂറിൻ ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിവർ ഡിസീസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്ന ഇത് ഡെഫിഷ്യൻസി ഓഫ് അഡാപ്റ്റ്. ആ ഒരു സാഹചര്യത്തിലും ഡാർക്ക് യൂറിൻ ആണ് കാണുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ സംശയിക്കേണ്ടത് ലിവർ ഡിസീസ് തന്നെയാണ്, ഡാർക്ക് യൂറിൻ ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് ദർ ഈസ് യെല്ലോ വാക്സി പാപ്യൂൾസ് ഓൾ ഓവർ ദ സ്കിൻ. And there is excess deposit of lipids in almost all organs. There is bone pain and bruising of skin. അവിടെ എവിടെയെല്ലാം വീണ് അതല്ലെങ്കിൽ ഒരു തട്ടോ മുട്ടോ കൊണ്ട പോലുള്ള ആ പെയിൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. ദെൻ ഡയഗ്നോസിസ്: ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന്റെ സയൻസ് അവിടെ ഉണ്ടാകാം വിത്ത് ഹൈ ബിലിറൂബിൻ. ദെൻ ബൈ ലിവർ ബയോപ്സി we can see the macro nodules. Then in the confirmatory test എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയൽ ആൻറ്റിബോഡീസ് ആണ്. മൈറ്റോകോൺഡ്രിയൽ
ആൻറ്റിബോഡീസ്. അതിൻ്റെ കോഡിങ് ഇതാണ് AMA-MA2. ആൻറ്റിബോഡീസിൻ്റെ കോഡിങ് അതാണ് AMA-MA2. ദാറ്റ് ഈസ് മൈറ്റോകോൺട്രിയൽ ആൻറ്റിബോഡീസ്. Endoscopy which relieves peptic ulcer and esophageal varicosity. Treatment: no curative treatment according to modern medicine. Then prognosis: ഈ സിംറ്റംസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി 5 വയസ്സ് വരെ ആയിരിക്കും ലൈഫ് സ്പാൻ. Then മറ്റൊരു സിറോസിസ് ഹ്യൂമോക്രോമാറ്റോസിസ് or bronzed diabetes. Bronzed diabetes is nothing but deposition of iron in the tissues as well as liver. അത് 2 ടൈപ്പ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വിക്ടിംസ് മെയിലാണ്, കമ്പാരിറ്റീവ്ലി ഫീമെയിൽ. Very rarely females are also found. Primary varieties അത് congenital or autosomal. അവിടെ deposit of iron in all tissues of the body. Type 2, that is secondary form. അത് ഓൾറെഡി സിറോസിസ് ഉള്ള ഒരാൾക്ക് സംഭവിക്കുന്നതാണ്, എസ്പെഷ്യലി ആൽക്കഹോളിക് സിറോസിസ്. അങ്ങനെയുള്ളവർക്ക് ഏതാണ്ട് 30-40% പേർക്ക് ഈ അയൺ ഡിപ്പോസിഷൻ കൂടെ കൂടുതലുണ്ടാകും. പിന്നെ മറ്റൊരു സാഹചര്യം, ഏതെങ്കിലും കാരണത്താൽ റിപ്പീറ്റഡ് ആയിട്ട് ബ്ലഡ് ഇൻഫ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും there is chance for deposition of iron in the tissues and in liver. ഇങ്ങനെ 2 സാഹചര്യത്തിൽ ഇതുണ്ടാകുന്നുണ്ട്. Then clinical pictures: general weakness, depression, upper abdominal pain, that is hepatic area, discomfort, occasionally very severe pain, development of diabetic mellitus, hepatosplenomegaly, and slate gray discoloration of the skin, especially at the folds. എല്ലാ ഫോൾഡിലും ഈ സ്ലേറ്റ് ഗ്രേ ഡിപ്പോസിഷൻ ഉണ്ടാവും. ഓർ പിഗ്മെന്റേഷൻ, ടെസ്റ്റിക്കുലാർ അട്രോഫി, ഗൈനക്കോമസ്റ്റിയ, loss of pubic hair, and there is chance for infiltration of iron in the heart muscles, renal muscles as well as liver tissue. Then calcification of cartilage and a complication of then severe abdominal pain, shock and coma, the last stage. Diagnosis: slate gray pigmentation, especially on folds, hepatosplenomegaly, biopsy of liver and skin. The deposition of iron in the tissues can be seen. Then ECG. ECG എപ്പോഴും അരിത്തീമിയ ആയിരിക്കും, അതേപോലെ തന്നെ ടി വേവ് ഇൻവേർട്ടഡ് ആയിരിക്കും. ടി വേവ് ഇൻവേർഷൻ ഈ ഇങ്ങനെയുള്ള സീറോസിസ് മാത്രമല്ല, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പൾമണറി ഇഡിമ, MI ആൻഡ് ഇൻട്രാക്രേനിയൽ ഹെമറേജ്, ഈ സാഹചര്യങ്ങളെല്ലാം ഈ ടി ഇൻവേർഷൻസ് ഉണ്ടാവും.
കോംപ്ലിക്കേഷൻ ബിഗ് മാസ്റ്റ് നോഡ്യൂൾസ്, വലിയ മാസായിരിക്കും. നോഡ്യൂൾസ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഈ മൈക്രോ അല്ലെങ്കിൽ മാക്രോ അല്ല, കുറച്ചുകൂടെ വലിയ മാസ് രൂപപ്പെടാനുള്ള സാധ്യതയാണ് ലിവറിൽ. ആൻഡ് ലോസ് ഓഫ് വെയിറ്റ്. ട്രീറ്റ്മെൻറ്റ് സിംറ്റമാറ്റിക്. അവിടെ ഇത് എടുത്തു മാറ്റുക അതല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം സിംറ്റമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്യാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ദെൻ മറ്റൊരു വിധ സിറോസിസ് ഹെപ്പറ്റോ ലെൻഡിക്കുലാർ ഡീജനറേഷൻ. അവിടെ സംഭവിച്ചത് നേരത്തെ അയൺ ആയിരുന്നെങ്കിൽ ഇവിടെ കോപ്പർ ആണ് സംഭവിക്കുന്നത്. കോപ്പർ ഡിപ്പോസിഷൻ. എ റെയർ ഓട്ടോസോമൽ ഡിസീസ്. ഇവിടെ ഡെഫിഷ്യൻസിയാണ് വരുന്നത്. അതായത് കോപ്പർ ക്യാരി ചെയ്യുന്ന ഡെഫിഷ്യൻസി, ആ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസിയാണ് ഇവിടെ വില്ലൻ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബോഡി ടിഷ്യൂലെല്ലാം കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും, ആസ് വെൽ ആസ് ഇൻ ലിവർ ടിഷ്യൂ. അതാണ് ഇതിൻ്റെ പാത്തോളജി. ദ ക്ലിനിക്കൽ പിക്ചർ. ഏർലി സിംറ്റംസ്. മിക്കവാറും അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന ചൈൽഡ്ഹുഡിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യും. കാരണം അത് കഞ്ചനിറ്റൽ സാധ്യത ഉള്ളതുകൊണ്ട്, ഓട്ടോസോമൽ സാധ്യത കൊണ്ട് ചൈൽഡ്ഹുഡിൽ തന്നെ ഇതിൻ്റെ സിംറ്റംസ് പ്രത്യക്ഷപ്പെടാം. അത് സിംറ്റംസ് ഐദർ ന്യൂറോളജിക്കലാകാം, ഹെപ്പാറ്റിക് ആകാം. ഹെപ്പാറ്റിക് ആണെങ്കിൽ ദർ ഇസ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, അതെല്ലാം ഉണ്ടാകാം. ന്യൂറോളജിക്കൽ ആണെങ്കിൽ കൺഫ്യൂഷൻ, കോമ, അങ്ങനെയൊക്കെ പോകും. അതേപോലെ തന്നെ ന്യൂറോളജിക്കൽ ഈ കൺഫ്യൂഷനിലേക്കും കോമയിലേക്കും പോയില്ലെങ്കിൽ മറ്റ് മൈൽഡായിട്ടുള്ള ചില ലക്ഷണങ്ങൾ. ഒന്ന്, ആ മൂവ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാവും, റൈറ്റിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്പീച്ച്, സ്ലർഡ് സ്പീച്ച് ആയിരിക്കും. അതൊക്കെ ന്യൂറോളജിക്കൽ സിംറ്റംസ് ആണ്. ഹെപ്പാറ്റിക് സിംറ്റംസ് ആണെങ്കിൽ ദർ ഇസ് ജോണ്ടിസ്, ബ്ലീഡിംഗ് ഫ്രം esophagus because of varicosity. Then hemolytic anemia. ഇത്രയും സിംറ്റമാണ് ഹെപ്പാറ്റിക് ഏരിയയിൽ കാണുന്നത്. കമൻസ് സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ലാസ്റ്റ് ഡയഗ്നോസിസ്, ലിവർ ബയോപ്സി, then urine examination. There is a loss of copper through urine. സാധാരണ in the copper loss 100 microns per day ആണ്. അപ്പം അതിൽ കൂടുതൽ ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 150 അല്ലെങ്കിൽ 200 microns loss of copper per day indicate this type of cirrhosis. Then treatment, only removal of copper from the tissues. That means it is impossible എന്നാണ് അതിൻ്റെ അർത്ഥം. Then prognosis, it is not favorable. The patient die with hepatic failure. Then alcoholic cirrhosis, നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു സംഭവമാണ്, ഇവിടെയും സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡോക്ടർ ഇങ്ങനെ ചോദ്യം ചോദിച്ചു, ഒരു തുള്ളി ആൽക്കഹോൾ ഇല്ലെന്നാണല്ലോ മോഡേൺ മെഡിസിൻ പറയുന്നത്. ഒരു തുള്ളി എന്ന് ഉദ്ദേശിച്ചത് എ ക്വാണ്ടിറ്റി വിച്ച് കോസ് ഇഞ്ചുറി ഓഫ് ദ ലിവർ, അതാണ്. അപ്പം ഇഞ്ചുറി ഓൾറെഡി ലിവറിന് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ ചെറിയ പെഗ് അല്ലെങ്കിൽ ചെറിയ അളവിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും അത് ഫർദർ ഇഞ്ചുറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാരണം അത് ടോക്സിൻ ആയിക്കഴിയും. അതുകൊണ്ടാണ് തീരെ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഹോമിയോ മരുന്ന് ഒരു തുള്ളി 2 തുള്ളി 5 തുള്ളി ചെന്നുകൊണ്ടൊന്നും ഒരു സംഭവിക്കില്ല, ഇഞ്ചുറി ഉണ്ടാകുന്നില്ല. അപ്പം ഇഞ്ചുറി ഉണ്ടാക്കാൻ പരുവത്തിലുള്ള ഒരു എമൗണ്ട്,
ഒരു ഓപ്റ്റിമം എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഉള്ളിൽ ചെന്നെങ്കിൽ മാത്രമേ ലിവർ ഇഞ്ചുറി ഉണ്ടാകുന്നു. കോമൺ സിംറ്റം നൊസിയ, ഡിസ്പെപ്സിയ, ഫേം ലിവർ, അല്ലെങ്കിൽ കുറച്ച് റഫായിട്ട് ലെതറി ഫീലിംഗ് ആയിരിക്കും നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ. Then sign of acute liver cell jaundice. There is splenomegaly as well as hepatomegaly. And there is sign of portal hypertension. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. ഡയഗ്നോസിസ്: there is history of alcoholism or alcohol intake. കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം ആയിട്ട് ആൽക്കഹോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡയഗ്നോസ്റ്റിക് പോയിന്റ് ആണ്. ദെൻ ആൽക്കഹോൾ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സ് എല്ലാം കുറച്ച് എലവേറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ട്രയാഡ്, ആൽക്കഹോളിക് സിറോസിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രയാഡ് ഉണ്ട്. അതിന് സീവ്സ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ആ ട്രയാഡ് മറ്റൊന്നുമല്ല, there is jaundice, high lipid deposit and hemolytic anemia. Jaundice, high lipid deposits and hemolytic anemia. That is triad of alcoholic cirrhosis. Then varicosity, peptic ulcer, liver biopsy which shows fatty infiltration, and also iron deposits in the mass. And there is a hyaline change in the cytoplasm of the hepatocells. ഇത്രയാണ് ലിവർ ബയോപ്സിയിൽ നമുക്ക് വെളിവായി കിട്ടുന്ന കാര്യങ്ങൾ. ട്രീറ്റ്മെൻറ്റ്: നോ സാറ്റിസ്ഫാക്ടറി ട്രീറ്റ്മെൻറ്റ്. എന്തുകൊണ്ടെന്നാൽ ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചാണ് ആൽക്കഹോൾ ഒരു അഡിക്ഷൻ ഉള്ള സാധനമാണ്. സ്മോക്കിങ്ങും ആൽക്കഹോളിസവും അഡിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അബ്സ്റ്റെയിൻ ചെയ്യാൻ ഈ പേഷ്യൻറ്റിന് സാധ്യമല്ലാതാണ്. എങ്ങനെയും കക്കൂസ് കൊണ്ടുപോയോ അല്ലെങ്കിൽ പറമ്പിൽ കൊണ്ടുപോയോ ഒളിച്ചോ കട്ടോ ഒക്കെ ഇയാൾ കുടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് പരാജയപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഫേവറബിൾ ട്രീറ്റ്മെൻറ്റ് പറയാൻ ഇല്ല എന്ന് പറഞ്ഞു. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുക്കാവുന്നതാണ്. മാത്രമല്ല, ഈ ലിവറിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഡാമേജ്, ഒരു 50% താഴെ ഡാമേജ് ഉള്ളൂ എങ്കിൽ, പോലെ ഇതിൻ്റെ മറ്റു കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ കാര്യമായിട്ട് തന്നെ ആ കേസ് ഏറ്റെടുത്ത് നമുക്ക് സുഖപ്പെടുത്താവുന്നതാണ്. അത് ഹോമിയോപ്പതിക്കാർക്ക് മാത്രം. കോംപ്ലിക്കേഷൻസ് ഓഫ് സിറോസിസ്: പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, അതാണ് മെയിൻ. അത് രണ്ട് തരത്തിലുണ്ട് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. ഒന്ന് പ്രീ സൈനോയിഡൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. അപ്പൊ സൈനോസിസ് അല്ലെങ്കിൽ സൈനസോയിഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായാലേ അതറിയുള്ളൂ. സൈനസോയിഡ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദി arterial capillaries. It is specialized one where there the oxygenated blood and nutrition enriched venous blood is mixed and lead to vena cava. മനസ്സിലായ? ഇപ്പൊ സൈനോസോയിഡ് എന്ന് പറയുന്നത് ആർട്ടീരിയൽ കാപ്പിലറീസിന്റെ
എൻഡാണ്, അത് സ്പെഷ്യലൈസ്ഡ് ആണ്. അവിടെയാണ് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡും എൻറിച്ച്ഡ് ആയിട്ടുള്ള വീനസ് ബ്ലഡും മിക്സ് ആകുന്നത്. അതാണ് പിന്നെ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൈനസോയിഡിന് മുമ്പ് ഏതെങ്കിലും കാരണത്താൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നതാണ് ഈ പ്രീ സൈനസോയിഡൽ പോർട്ടൽ ഹൈപ്പർടെൻഷൻ. മറ്റത് പോസ്റ്റ് സൈനസോയിഡൽ പോർട്ടൽ ഹൈപ്പർടെൻഷൻ. ഓക്കെ, ക്ലിയർ? അപ്പൊ ആദ്യത്തെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് 1 ഏത് സാഹചര്യത്തിലും ഏത് ലിവർ ഡിസീസിനും ഉണ്ടാകാം, ടൈപ്പ് 1. അതേസമയത്ത് ടൈപ്പ് 2 എന്ന് പറയുന്നത് പോസ്റ്റ് സൈനോഡൽ സിറോസിസ് ഓഫ് ലിവറിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ ആണോ? ഇവിടെ ഇൻ സിറോസിസ് ഇൻട്രാഹെപ്പാറ്റിക് ബ്ലഡ് ഈസ് ബ്ലോക്ക്ഡ്. ഇൻട്രാഹെപ്പാറ്റിക് സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഹൈപ്പർടെൻഷൻ ഉണ്ടാകും. അതിനൊരു കാരണം ഈ മൈക്രോ ഓർ മാക്രോ നോഡ്യൂൾസ് വിച്ച് ഫോംഡ് വിത്തിൻ ദി ലിവർ ടിഷ്യൂ. അപ്പൊ ഇൻട്രാ ഹെപ്പാറ്റിക് സർക്കുലേഷൻ ഈസ് ബ്ലോക്ക്ഡ്. ഓക്കെ, പിന്നെ ഈ പോസ്റ്റ് സൈനോയിഡൽ പോർട്ടൽ ഹൈപ്പർടെൻഷൻ മറ്റൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് ബട്ട്-ചിയാരി സിൻഡ്രോം. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് എന്നൂടെ പറയാം. അത് മറ്റൊന്നുമല്ല, ഈ വീനസ് ബ്ലഡ് അത് ത്രോംബോസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കട്ടിയാകും. ലിവറിന് ഉള്ളിലെ വീനസ് സർക്കുലേഷൻ ആ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാതെ ത്രോംബോസ് ആയിട്ട് രൂപപ്പെടുന്നു. ആ കണ്ടീഷനാണ് ബട്ട്-ചിയാരി സിൻഡ്രോം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഫ്ലെബൈറ്റിസ് ഫോം ചെയ്താൽ ഇത് തന്നെ ഉണ്ടാകാം. അവിടെ ബ്ലോക്കാണ് സംഭവിക്കുന്നത്. ഫ്ലെബൈറ്റിസ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ കൺസ്ട്രിക്ഷൻ വരുന്നു, അവിടെ സർക്കുലേഷൻ ഈസ് ബ്ലോക്ക്ഡ്. ദെൻ അസൈറ്റിസ്. ആൽക്കോളിക് സിറോസിന് മാത്രമല്ല, എല്ലാത്തിനും ഉണ്ടാകുന്നതാണ്. ഇവിടെ അസൈറ്റിസ് രൂപപ്പെടുന്നു. അസൈറ്റിസ് രൂപപ്പെടാൻ ഒരു കാരണം ഈ ആൽബമിൻ ഈസ് റെഡ്യൂസ്ഡ്. ആൽബമിൻ ബ്ലഡിൽ റെഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷറിന് വ്യതിയാനം വരും. ഓസ്മോട്ടിക് പ്രഷറിന് വ്യതിയാനം വരുമ്പോൾ അവിടെ എക്സുഡേഷൻ ഉണ്ടാകും. ഈ എക്സുഡേഷനാണ് അസൈറ്റിസ് ആയിട്ട് രൂപപ്പെടുന്നത്. ഓക്കെ, ഏതായാലും പ്രധാനപ്പെട്ട സിറോസിസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സിറോസിനെ സംബന്ധിച്ചിടത്തോളം മോഡേൺ മെഡിസിൻ ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ ഫൈബ്രോട്ടിക് ടിഷ്യൂ രൂപപ്പെടുന്നത് സിറോസിസ് ആയി മാറുന്നത്. അപ്പൊ എന്ത് കാരണമായിട്ട് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് ആകാം, ആൽക്കോളിസം ആകാം, മറ്റ് ഓട്ടോസോമലാകാം. എന്ത് കാരണത്താലാണ് അവിടെ രൂപപ്പെടുന്നത് ഫൈബ്രോട്ടിക് ടിഷ്യൂസ് ആണ്. അപ്പം ഈ
ഹെപ്പറ്റോസൈറ്റ്സ് 80% വരുന്ന ഹെപ്പറ്റോസൈറ്റ്സ് റീപ്ലേസ്ഡ് ബൈ ഫൈബ്രോട്ടിക് ടിഷ്യൂ. അപ്പോൾ ഒരു സ്കാനിങ്ങിൽ ഏതാണ്ട് 50% താഴെ ഹെപ്പറ്റോസൈറ്റ്സ് ഹെൽത്തി ആണെങ്കിൽ മറ്റു കോംപ്ലിക്കേഷൻസ്, അതായത് എൻകഫലോപ്പതിയിലേക്കോ റീനൽ സിൻഡ്രോമത്തിലേക്കോ പിന്നെ ഹാർട്ട് ഇഷ്യൂസിലേക്ക് പോയിട്ടില്ലെങ്കിൽ ആ കേസ് നമുക്ക് ഏറ്റെടുക്കാവുന്നതും. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ മെയിൻ ഡ്രഗ്. ഇവിടെ പലതും പറഞ്ഞല്ലോ, ഒന്നിനും ഒരു എത്തിയോളജിയോ പറയാനില്ല. പലതും അൺനോൺ ആണ്, ഇഡിയോപ്പതിക്കാണ് പലതും. സിറോസ് രൂപപ്പെടുന്നു, അതിൻ്റെ സിംറ്റംസ് കാണിക്കും എന്നുള്ളതല്ല, എറ്റിയോളജി വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മെഡിസിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനാണ്. ഇപ്പം നമ്മൾ ഇത്തിരി സമയം എടുത്തു കഴിഞ്ഞാലും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കണ്ടെത്തി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. സപ്പോർട്ടീവായിട്ട് ഇപ്പം നാട്രംബോസോ മറ്റെന്തെങ്കിലും ടിഞ്ചേഴ്സോ എന്തെങ്കിലും കൊടുക്കുന്നതുകൊണ്ട് തകരാറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല സൈഡായിട്ട്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ അത് മാത്രമേ ഒരു ക്യൂരേറ്റീവ് ആയിട്ടുള്ള ധർമ്മം ഏറ്റെടുത്തുള്ളൂ. ബാക്കി ഇങ്ങനെ കുറേ ഈ ജോണ്ടീസ് നോക്കി, അതല്ലെങ്കിൽ പിന്നെ സിറോസ് ലിവർ നോക്കി പല ഇതിൽ കാണിക്കുന്നുണ്ട്, ഗൈഡുകളിൽ കാണിക്കുന്നുണ്ട്. അതനുസരിച്ച് ഒറ്റ സിംറ്റം വെച്ചിട്ട് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പരാജയപ്പെടും. നമ്മളിത് ആ പേഷ്യൻ്റായിട്ട് തന്നെ കാണുകയും പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കുക, ഒരിക്കലും സീറോസിന് മരുന്ന് കൊടുക്കാതിരിക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. സീറോസിനും മരുന്ന് കൊടുക്കാതിരിക്കുക, പേഷ്യൻറ്റിനെ കണ്ടെത്തി ആ ആളുടെ മെഡിസിൻ ലൈക്കോപോഡി ആകാം, നെക്സോമിക്ക ആകാം, മെർസോൾ ആകാം, അത് ഏതാണ് അവരുടെ ഏറ്റവും ആപ്റ്റ് മെഡിസിൻ കണ്ടെത്തി അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. സമയമെടുക്കും, വർഷങ്ങളെടുക്കും അത് ക്യൂർ കിട്ടാനായിട്ട്. ചിലപ്പോൾ ഒരു ചെറിയ കുറവ് തന്നെ കിട്ടാനായിട്ട് സമയമെടുക്കും. അപ്പം പേഷ്യൻറ്റിനേക്കാൾ ഡോക്ടർ ധൃതി വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പരാജയപ്പെടും. മറ്റൊന്നും പറയാനില്ല. ഏതായാലും ഇനി അധികം സമയമില്ല. എന്തെങ്കിലും സംശയം ആർക്കും ചോദിക്കാണ്ടെങ്കിൽ ശ്രമിക്കാം. നന്ദി സാറേ. ഏതായാലും നല്ലൊരു ക്ലാസ് സിറോസിസിനെ കുറിച്ച് നമുക്ക് ലഭിച്ചു. എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. 7 മിനിറ്റാണുള്ളത്. ഹാൻഡ് റൈസ് ചെയ്യണേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? കാരണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പിന്നെ പ്രോട്ടീൻ ഡയറ്റ് കുറഞ്ഞാൽ സിറോസിസ് ഉണ്ടാകുമോ? പ്രോട്ടീൻ കുറഞ്ഞാലോ? ഡയറ്റില് പ്രോട്ടീൻ ആ കുറഞ്ഞാല്, അതായത് ഇറച്ചി മീനും മുട്ടയും ഒന്നും കഴിക്കാത്ത ആൾക്കാർ, പ്രോട്ടീൻ കുറയും. അങ്ങനെയുള്ളവർക്ക് സിറോസിസ് ഈ കാട്ടുപോത്തും ആനയൊക്കെ എന്തോ മുട്ടയും പാലും ഇറച്ചിയും തിന്നിട്ടാണ് ഇത്രയും മതി. 2000 കിലോ 3000 കിലോ വരുന്ന കാട്ടുപോത്ത്, ടൺ കണക്കിന് ഭാരമുള്ള ആന, ഇതൊക്കെ എന്താ പ്രോട്ടീൻ ഇതാ കഴിക്കുന്നത്? നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിലും നമുക്ക് എല്ലാ ന്യൂട്രീഷൻസും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ പുറകെ പോകേണ്ട ഒരാവശ്യമില്ല. മുട്ട കഴിച്ചാലേ പ്രോട്ടീൻ ഉണ്ടാകുന്നതൊക്കെ തെറ്റായ ധാരണകളാണ്. ഇപ്പം 3-4 20,000 ഫ്രൂട്ടേറിയൻസ് ഇന്ത്യയിലുണ്ട്. 20,000 ഫ്രൂട്ടേറിയൻസ്. അവരുടെ വീട്ടിൽ തീ പോയെന്നില്ല, പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് ഒരസുഖം ഇല്ലാതെ സുഖമായിട്ട്. സാധാ ഈ ലിവർ സിറോസിസിൽ പൊതുവെ കരൾ ചുരുങ്ങുകയാണല്ലോ പ്രധാനമായിട്ട്. അതെ, അല്ലാതെ ഫസ്റ്റ് ആണ് ഹെപ്പറ്റോമെഗാലി. പൊതുവെ എല്ലാവരുടെയും ധാരണ ഹൃദയം അല്ല ലിവർ വലുതാകുകയാണ്. അല്ലല്ല, അത് ഈ വയറ് വീർത്ത് വരുന്നോണ്ടാണ്. അതാണ്. അപ്പൊ നമ്മൾ പൊതുവെ ഈ പലരുടെയും തെറ്റിദ്ധാരണ ആദ്യം മാറ്റേണ്ടതായിട്ടുണ്ട്. അതെ, ചുരുങ്ങാണ്. കാരണം ഫൈബ്രസ് ടിഷ്യൂ ആയിട്ട് കൺസ്ട്രിക്റ്റ് ആകുകയാണ്, അതിന്റെ ഷേപ്പും മാറിപ്പോകും. അപ്പോഴായിരിക്കും അടുത്ത വീട്ടിലെ ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ പോലെ സിറോസിസ് വന്ന് മരിച്ചു പോയി എന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കായിരിക്കും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ ഫാറ്റി ലിവർ, അപ്പൊ ഇനി അടുത്തത് എൻ്റെതാണ്, ഇങ്ങനെ വിചാരിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ലേ? അപ്പൊ ഈ സാധാരണ ഫാറ്റി ലിവർ, അത് പറയാൻ വിട്ടുപോയാൽ, ഫാറ്റി ലിവർ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു സിറോസിസ് ഓഫ് ലിവർ. അതൊരു പോസിറ്റീവ് ഫാക്ടറാണ്. അതൊരു പോസിറ്റീവ് ഫാക്ടറാണ്. അതെ.
അതുപോലെ അത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സിക്കും വരത്തില്ലേ? തീർച്ചയായിട്ടും ബി എം എക്കും സി. തന്നെ വരാം. എ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അത് പറഞ്ഞാണ്. സാധാരണ ഒരു ജോണ്ടിസ് വന്നു കഴിഞ്ഞാൽ അയാളെ വാച്ച് ചെയ്യണം. അസാധാരണമായ രീതിയിൽ അയാൾക്ക് മാലേസ് അല്ലെങ്കിൽ ഫറ്റീഗ് അനുഭവപ്പെടുകയാണെങ്കിൽ അയാളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അത് കംപ്ലീറ്റ് മാറി അയാൾ ആരോഗ്യവാനാകുന്നവരെ അതിൻ്റെ ആ ക്ലിനിക്കലായിട്ടുള്ള നോൺ ക്ലിനിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അയാൾ ഹെൽത്തി ആയെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ വിടുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സാധനം അവിടെ കിടക്കുന്നു, അയാൾക്ക് പോസിബിലിറ്റി കൂടുതലാണ് സിറോസിസ്. എ വന്നു കഴിഞ്ഞാൽ ബിയും സിയും പിന്നെ പറയണ്ട. ബിയും സിയും അതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് സിറോസിസ് ആണ്. ഓക്കെ. അതുപോലെ ഇത് ആദ്യം SGPT SGOT കൂടിയിട്ട് സിറോസിസ് ആകുമ്പോൾ അത് രണ്ടും കുറയല്ലേ ചെയ്യുന്നത്? എങ്ങനെ SGPT SGOT ആ സിറോസിസ് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ അത് കുറയല്ലേ ചെയ്യുന്നത്, അതോ കൂടുകയാണോ ചെയ്യുന്നത്? ഇതിന്റെ അളവ് കൂടുന്നതനുസരിച്ചോ? അല്ല, SGPT SGOT കൂടുന്നതനുസരിച്ച് ആദ്യം കൂടും. കൂടുന്നതനുസരിച്ച് അത് തന്നെ ലീഡ് ചെയ്യുന്നത് സിറോസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സിറോസിസ് ആയി കഴിയുമ്പം ഇത് കുറയും എന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഫംഗ്ഷൻ എല്ലാം നിന്ന് പോയല്ലോ. ലിവറിൽ നിന്ന് പിന്നെ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ബോഡി സബ്സ്റ്റൻസ് വരുന്നില്ല, എൻസൈംസ് വരുന്നില്ല, പ്രോട്ടീൻസിന്റെ ഉൽപാദനം വരുന്നില്ല, എല്ലാം നിലച്ചു പോകുകയാണല്ലോ. മെറ്റബോളിസം നടക്കുന്നില്ല. അതുകൊണ്ടാണ് വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ശരിക്കും SGOT SGPT ഒക്കെ 10-ൽ താഴെന്ന് കണ്ടാലും നമ്മളത് ദോഷമായിട്ടാണ് കാണേണ്ടത്. ലിവറിന് വാച്ച് ചെയ്യാം, ലിവറിനെ സംബന്ധിച്ചിടത്തോളം. നീ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ സാറിനോട്? നമുക്ക് 2 മിനിറ്റ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. അത് ഈ മദ്യപാനം നടത്തുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന സിറോസിസും മദ്യപാനം ഇല്ലാത്ത ആൾക്കാരിൽ ഉണ്ടാകുന്ന സിറോസിസും ഉണ്ടല്ലോ, ഇതിലേതാണ് പെട്ടെന്ന് ഗുരുതരമാകുന്നതെന്ന് സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? അല്ല, മറ്റത് ശ്രദ്ധിക്കപ്പെടാതെ പോകും, ബാക്കിയുള്ളതെല്ലാം. അത് ഓട്ടോസോമൽ ഓട്ടോ ഇമ്മ്യൂൺ കാരണങ്ങൾ ഉണ്ടാകുന്ന, അതേപോലെ തന്നെ ഇഡിയോപ്പതിക്കായിട്ട് വരുന്ന സീറോസ് ഒക്കെ പ്രശ്നക്കാരാണ്. അതിനൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വാണിംഗ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇയാൾക്ക് തന്നെ ബോധവാനാകാൻ പറ്റും ഇത് ഇതിലേക്കാണ് പോകുന്നത്, കരൾ രോഗം എനിക്കുണ്ടാകും എന്നൊരു ധാരണ ബോധ്യം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ഈ ആൽക്കോളിക് സിറോസിലേക്ക് നയിക്കാതെ നമുക്ക് അയാളെ പിന്തിരിപ്പിക്കാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം പലപ്പോഴും യാദൃശ്യമായിട്ടാണ് കണ്ടെത്തുന്നത്. അതാണ് ഗുരുതരം. ആൽക്കോളിക്കിനേക്കാൾ ഗുരുതരം നേരത്തെ പറയപ്പെട്ടതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ അതിനെ സംബന്ധിച്ച ബ്രോൺസ് ഡയബറ്റീസ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ തന്നെയാണ് കാണുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. അത് ന്യൂറോളജിക്കൽ സിംറ്റംസ് കാണിക്കുന്നു, ഹെപ്പാറ്റിക് സിംറ്റംസ് കാണിക്കുന്നു. ധനേഷ് ഡോക്ടർ നമുക്ക് ഏതായാലും അല്ല, സിറോസിസ് ഏതാണെങ്കിലും അത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനില്ല. ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ഡെത്തിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫർദർ കോംപ്ലിക്കേഷൻസ്, അതായത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, പിന്നെ റീനൽ സിൻഡ്രോം, കാർഡിയാക് ഇഷ്യൂസ്, ലങ് ഇഷ്യൂസ്, ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. തീർച്ചയായും. മാത്രമല്ല ലിവർ അവിടെ നട്ട്മെഗ് പോലെ ആയിക്കഴിഞ്ഞു, ചുരുങ്ങിക്കഴിഞ്ഞു. അത് ഫൈബ്രോ ടിഷ്യൂ ആയി കൺവേർട്ട് ചെയ്തു. അവിടെ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പം സിറോസിസ് ഏതാണെങ്കിലും ഇറ്റ് ഈസ് ഡേഞ്ചറസ്, ഇറ്റ് ഈസ് ഫറ്റൽ. ശരി സാർ. നമുക്ക് ഷെഫീഖ് ഡോക്ടറെ വിളിക്കാമല്ലോ. ഷഫീഖ് ഡോക്ടറെ, സാറിന് നന്ദി പറയണേ. ഷഫീഖ് ഡോക്ടറെ. ഷഫീഖ് ഡോക്ടർ ഹോസ്റ്റ് ആണോ? അതെ അതെ.
ഷെഫീഖ് ഡോക്ടർ പോസ്റ്റ് അല്ലല്ലോ. അപ്പം ബിനോയെ വിളിക്കാം. ഏ ഡോക്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡോക്ടർ ബിനോയ്. ഹ്യൂബർട്ട് ഡോക്ടർ. അതെ. ഷഫീഖ് ഡോക്ടർ കോഹോസ്റ്റ് അല്ല. അത് ബിനോയ് ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറയുന്നത് ബിനോയ്ക്ക് സംസാരിക്കാം. ജെയിംസ് ഡോക്ടർ വളരെ നല്ല ലെസൺ ആയിരുന്നു. ഈ ലിവർ സിറോസിസ് അത് നമ്മുടെ നാട്ടിലും വിദേശത്തും എല്ലാം വളരെ വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അതിൻ്റെ ലേറ്റ് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത സിറ്റുവേഷനാണ്. അത് തന്നെ വളരെ നല്ല ലെസൺ ആയിരുന്നു. വളരെ ഹെൽപ്ഫുൾ ആണ്. അതിൻ്റെ 2 സെഷൻ ശരിക്കും എല്ലാവരും വാച്ച് ചെയ്യേണ്ടതാണ്. അതിനെ ബേസ് ചെയ്ത് കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഡോക്ടർ പറഞ്ഞ ഒരു കേസ് ഉണ്ട്, ഇതിന് സൊല്യൂഷനേ ഇല്ല എന്ന് പറയുന്നു. അത് ശരിയാണോ? അതോ നമുക്ക് നാച്ചുറോപ്പതി ബേസിൽ എന്തെങ്കിലും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫുഡ് അതേപോലെയുള്ള എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഐഡിയൽ സിനാരിയോയിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. യെസ്, അത് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം 50%, അതായത് മൊത്തം ലിവർ മാസിന്റെ 80% ആണ് ഹെപ്പറ്റോസൈറ്റ്സ്. അതിൽ 50% ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആ പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ പറ്റും. കാരണം 50% ഫൈബ്രോട്ടിക് ടിഷ്യൂ ആയി മാറി, 50% മാത്രമാണ് ഹെപ്പറ്റോസൈറ്റ്സ് ഉള്ളത്. അപ്പോൾ അത് ഫങ്ഷൻ ചെയ്യും. പിന്നെ ഒരു ഇഞ്ചുറി, ലിവർ ഇഞ്ചുറി ഉണ്ടാകാനേ പാടില്ല. ഹെപ്പറ്റോടോക്സിക് ആയിട്ടുള്ള മെഡിസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോയിസണസ് സബ്സ്റ്റൻസോ ഉള്ളിലേക്ക് ചെല്ലാനേ പാടില്ല. എസ്പെഷ്യലി 50% അതിന് താഴേക്കാണെങ്കിൽ നമ്മുടെ ഹോപ്പ് കുറവാണ്. സർവൈവ് ചെയ്യും, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ആ രോഗിയെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ നന്ദി ഡോക്ടറെ, വളരെ ഹെൽപ്ഫുൾ ആണ്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ IFPHന്റെ പേരിലും എല്ലാ ഡോക്ടർമാരുടെ പേരിലും അതുപോലെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫിസിഷ്യൻസിന്റെ പേരിലും ഡോക്ടറുടെ ഹാർട്ട് ഫെൽറ്റ് നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി വിനോയ് ഡോക്ടർ. കരൾ രോഗങ്ങളും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ 2 ഭാഗങ്ങളായിട്ട് ഇത്രയും നല്ല ഒരു ക്ലാസ് എടുത്ത ജെയിംസ് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 2038 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.